ഹലോ ഗായ്സ്, നിങ്ങൾ ഇഡലിയുടെ ഇതൊന്നും കണ്ടിട്ടുണ്ടോ? ഇത് ഇവിടുത്തെ ഇഡലിയുടെ സ്പെഷ്യലാണ്. 1 രൂപയുള്ള ഇഡലി. ഇവിടുത്തെ ഒരു ജനസേവന കേന്ദ്രമാണെന്ന് തോന്നുന്നു. നിങ്ങൾ അത്യാവശ്യം വരുവാണെങ്കിൽ ഇത് കഴിക്കാൻ ശ്രമിക്കുക. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. അതൊന്നും നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ ഈ ഫുഡ് കോർട്ട്. ഗായ്സ്, നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. ഇന്ന് കഴിഞ്ഞ നമ്മുടെ നടന്നാണ്. അപ്പം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഇനിയിപ്പം ഇവിടുന്ന് നേരത്തെ പറഞ്ഞല്ലോ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ സ്റ്റേഷനിൽ ചെന്നാൽ ബുക്കിംഗ് നടക്കത്തോളം പറഞ്ഞു. ഇപ്പോൾ 2:30 ട്രെയിനായിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് ടോയ് ട്രെയിനിൽ പോയിട്ടുള്ള സ്റ്റേഷനുണ്ട്. അങ്ങനെ ഊട്ടിക്ക് ബൈ ബൈയും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിലാണെങ്കിൽ ഒടുക്കത്തെ ക്യൂ. നേരത്തെ വന്നതുകൊണ്ട് അത്യാവശ്യം അടുത്തെങ്കിലും കിട്ടി. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ശ്രമിക്കുക. അവിടെ നിന്ന് കുറേ നേരം ഇരുന്നു. ടിക്കറ്റ് എടുത്തു നേരെ ഫുഡ് കഴിക്കാനായിട്ട് നടത്തിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഫുഡ് കഴിച്ച് നേരെ വന്നിരുന്നു. കുറേ നേരമായി. 12:30 ട്രെയിനായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്ത് പോസ്റ്റായിപ്പോയി. 12:30 ട്രെയിൻ 12:45 അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ഊട്ടിയിൽ രംഗണ്ണനെ നമ്മൾ കണ്ടത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ രംഗണ്ണല്ലേ ഇത് കണ്ടോ? അവിടുത്തെ ഡോണാണ്. അങ്ങനെ പുള്ളി കണ്ടിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ട്രെയിൻ വരുന്നു. നല്ല ലേറ്റായി. ട്രെയിൻ വരുന്നു. ട്രെയിനിന് കാത്തിരുന്നപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം അവിടെ എഴുന്നേറ്റ് പെട്ടെന്ന് സീറ്റ് കിട്ടുന്നുള്ള പേടിയായിരുന്നു. പിന്നെയാണ് ആലോചിച്ചത് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സീറ്റ് നമുക്ക് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വേറെ ബുക്കിംഗ് ഒന്നും കാണില്ല. അതുകൊണ്ട് ഒരു സീറ്റിൽ 5 പേര് വെച്ചിട്ട് ഞെരുങ്ങി കൂടി ഇരിക്കണമായിരുന്നു. അതുകൊണ്ട് നല്ല കഷ്ടപ്പാടായിരുന്നു. 5 പേർക്ക് ഇരുന്നു. നമ്മൾ അവിടുന്ന് ഊട്ടിക്ക് ടാറ്റ പറഞ്ഞു ഉദയമംഗലം സ്റ്റേഷനിൽ നിന്നും നേരെ ഊട്ടിയിലെ ട്രെയിൻ യാത്ര പോകാൻ പോവാണ്. ബാക്കി എല്ലാം ട്രെയിൻ യാത്ര നിങ്ങൾ നേരെ വിഷ്വൽസിലേക്ക് കണ്ട് ആസ്വദിച്ചു. ഇതുവരെ നമ്മൾ വന്ന ഡീസൽ എഞ്ചിനിലാണ്. വളരെ നല്ല യാത്രയായിരുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുന്ന് നേരെ എഞ്ചിൻ മാറി കൽക്കരി എഞ്ചിനിനകത്താണ് കേട്ടോ. നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ ഡീസൽ എഞ്ചിനകത്ത് ഇറങ്ങില്ല, കൽക്കരി എഞ്ചിനകത്ത് നമ്മൾ പോകാൻ പോകുന്നത്. ഞങ്ങൾ മേട്ടുപ്പാളയം എത്താറായി. ഒരു മണിക്കൂറുണ്ട്. നല്ല എല്ലാം ഇത് നിങ്ങൾ മിസ് ചെയ്തു. ഒരു ഊട്ടിയിലേക്കുള്ളൊരു നല്ല പോയിക്കൊണ്ടിരിക്കുക. ആ ട്രെയിൻ നമുക്ക് വാല്യൂ ഫോർ മണിയാണ്. ഇത് ഊട്ടി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും യാത്രയാണ്. നമ്മൾ മേട്ടുപ്പാളയം സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിനിലെ വ്യൂ എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് അടുത്തൊരു വ്യൂ. അങ്ങനെ നമ്മുടെ യാത്രകളെല്ലാം കഴിഞ്ഞു. നേരെ കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നേരെ നമ്മൾ കൊല്ലം. അങ്ങനെ സ്റ്റേഷനിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നീണ്ട ഒരു ഉറക്കത്തിന് ശേഷം കൊല്ലം ജംഗ്ഷനിലെത്താറായി. നമ്മൾ ഈ ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ ചുരുക്കാനായിട്ട് സെക്കൻഡ് ക്ലാസ്സിലാട്ടോ കൂടുതൽ യാത്ര ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് സ്ലീപ്പർ എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമ്മൾ ബഡ്ജറ്റ് ചുരുക്കാനായിട്ടായിരുന്നു സെക്കൻഡ് ക്ലാസ്സിൽ പോയത്. നല്ലൊരു യാത്രയായിരുന്നു. നമുക്ക് നല്ല അനുഭവങ്ങളായിരുന്നു. പെർ ഹെഡ് ഒരു 2300 അത്രയൊക്കെ ആയിട്ടുള്ള ഒരാൾക്ക് കേട്ടോ. ബൈ.